ജീവിതം കോറിയിട്ട കവിതകൾ. നിർവഹണം ജോബിഷ് ജോസ്. അടുക്കളയിലെ ചുമതലകളുടെ തിരക്കിനിടയിൽ സ്വപ്നങ്ങളെ നിശബ്ദമായി കാത്തുസൂക്ഷിക്കുന്ന ഒരമ്മ. അങ്കണവാടിയിലെ ചെറുലോകത്തിൽ കുഞ്ഞുങ്ങളുടെ ചിരിയിലൂടെ ദിനം തുടങ്ങുന്ന ഒരു ടീച്ചർ. കയ്യിൽ പാഠപുസ്തകവും ഹൃദയത്തിൽ കവിതകളും. ജീവിതത്തിന്റെ ഓരോ നിമിഷവും അക്ഷരങ്ങളാക്കി മാറ്റുന്ന ഒരാളുടെ കഥ. ജീവിതത്തിന്റെ ചെറിയ നിമിഷങ്ങളെപ്പോലും കവിതയാക്കി മാറ്റുന്ന ആ വീട്ടമ്മയെ പരിചയപ്പെടാം. കേണിച്ചിറ മണൽവയൽ സ്വദേശി ഷിനിജിയുടെ കവിതാവിശേഷങ്ങൾ കേൾക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. അച്ഛൻ്റെ കൈ പിടിച്ചും മറവാതിൽ പടി കടന്നു ഞാൻ വഴിയിലെത്തി. ആളുകളെങ്ങോ തിരക്കിട്ട് റോഡിലൂടങ്ങിങ്ങു പോകുന്നു വണ്ടികളും. ആർക്കും സമയമില്ലിത്തിരി നേരമൊന്നിച്ചിരിക്കാൻ കളി പറയാൻ. കവിത എഴുത്താണ് പ്രധാന ഹോബി. അങ്ങനെയൊന്നുമില്ല, സമയം കിട്ടുമ്പോൾ ഒക്കെ എന്തെങ്കിലുമൊക്കെ എഴുതും. എന്തെങ്കിലുമൊക്കെ ഉരുത്തിരിഞ്ഞ് വരുന്ന സമയത്ത് പെട്ടെന്ന് കവിത എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും. പിന്നീട് നോക്കുമ്പോൾ അതൊക്കെ കവിതയായി മാറുമല്ലേ? ഈ ഉരുത്തിരിഞ്ഞ് വരിക എന്ന് പറഞ്ഞു, അത് ഏത് സാഹചര്യത്തിലാണ്, എന്താണ് പ്രധാന വിഷയമായിട്ടുള്ളത് കവിതയ്ക്ക്? നമ്മുടെ മനസ്സിൽ തട്ടിയ കാര്യങ്ങൾ, അതായത് ദുഃഖമുള്ളതാകാം, ചിലപ്പം സന്തോഷമുള്ളതാവാം. അങ്ങനെ പെട്ടെന്ന് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയിൽ നിന്നാവാം, ചിലപ്പോൾ ഒരു റോഡ് സൈഡിൽ കാണുന്ന എന്തെങ്കിലും ഒരു ദൃശ്യത്തിൽ നിന്നാവാം. എത്രത്തോളം കവിതകൾ എഴുതിയിട്ടുണ്ട്? കോവിഡിന്റെ ടൈമിലാണ് കൂടുതൽ എഴുതാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ പല വർക്കുകളായിട്ട് പോകുമ്പോൾ നമ്മൾ അതിലൊന്നും അങ്ങോട്ട് ശ്രദ്ധ ഒരുപാട് കൊടുക്കാറില്ല. സമയം കിട്ടുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ എഴുതും. വീട്ടിലാരെങ്കിലും ഇത്തരം സാഹിത്യമായിട്ട് ബന്ധമുള്ളവരുണ്ടോ? വീട്ടിൽ ആരുമില്ല, പിന്നെ കുടുംബത്തിലൊക്കെ 1-2 ആളുകളുണ്ട്. ഇങ്ങനെ കവിതയിലേക്ക് വരാം, അല്ലെങ്കിൽ കവിതയാക്കി ഇങ്ങനെ കുത്തിക്കുറിച്ച് എഴുതി വെക്കാം, അതെല്ലാം ഇങ്ങനെ ഈണം കൊടുത്ത് പാടാമെന്ന് ആരെങ്കിലും പ്രോത്സാഹിപ്പിച്ചോ? അങ്ങനെ ഒരു തോന്നലുണ്ടായ ഒരു ഘട്ടം ഏതായിരിക്കും? ഞാനൊരു അങ്കണവാടി വർക്കറാണല്ലോ, അപ്പം കുട്ടികൾക്ക് എപ്പോഴും കഥയും കവിതയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന സമയത്താണെങ്കിലും കഥ ഉണ്ടാക്കണം, കവിത ഉണ്ടാക്കണം എന്നൊക്കെ പറയാറുണ്ട്. ആ സമയത്തൊക്കെ അപ്പം എൻ്റെ കവിതകൾ നല്ലതാണ്, അല്ലെങ്കിൽ കഥകൾ പെട്ടെന്ന് ഉരുത്തിരിഞ്ഞ് വന്നത് നല്ലതാണെന്ന് പിന്നെ അവിടുന്ന് ടീച്ചേഴ്സോ അല്ലെങ്കിൽ കൂടെയുള്ളവരോ പറയാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് എനിക്ക് ഇത് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയത്. ഷിനിജ ആള് ബ്രൈറ്റ് ആണ്, വളരെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഒരു പക്ഷേ കവിതകളിൽ ആധാരമായത് പ്രതീക്ഷയാണോ വിഷയം? കവിത നെഗറ്റീവും പോസിറ്റീവും വരാറുണ്ട്. എന്താ പറയുക, നമ്മുടെ വഴിയോര കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടൊരു കവിത എഴുതിയിട്ടുണ്ട്. അതിൽ ശരിക്കും ഒരു പിന്നെ അമ്മയും കുഞ്ഞും ഭിക്ഷ യാചിക്കുന്ന അതാണ്. അപ്പം അത് കാണുന്ന ഒരു കുട്ടി, ആ കുട്ടി തൻ്റെ കയ്യിലിരിക്കുന്ന ചെറിയ കളിപ്പാട്ട് വാങ്ങാൻ വേണ്ടി കരുതി വെച്ച ഒരു പൈസ എടുത്തിട്ട് ഈ അമ്മയ്ക്കും കുഞ്ഞിനും കൊടുക്കാൻ തുടങ്ങുന്ന ഒരു സന്ദർഭമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. സാധാരണ ചില കവിതകളിലൊക്കെ അവസാനം എൻഡ് ചെയ്യുന്നത് ഒരുപക്ഷെ നിരാശയിലോ ചോദ്യചിഹ്നത്തിലോ ഒക്കെ ആയിരിക്കും. പ്രതീക്ഷയോടെ അല്ലെങ്കിൽ പ്രത്യാശയോടെ അവസാനിപ്പിക്കുന്ന വരികൾ അപൂർവമായിട്ടായിരിക്കാം. ഒരുപക്ഷെ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് അതിൽ കാണാറുള്ളത്. എങ്ങനെയാണ് ഷിനിജിയുടെ കവിതകൾ എൻഡ് ചെയ്യാറുള്ളത്? നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്ന്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിച്ചാൽ ശരിയാകും എന്നുള്ള രീതിയിൽ അവസാനിക്കുന്നതായിട്ട് എഴുതാറുണ്ട്. അതായത് ഒരു ഉത്തരം, ഒരു പരിഹാരം കാണാറുണ്ട് കവിതകളിലൂടെ. നമുക്കൊരു കവിതയാകാം ഇനിയിപ്പം. കവിതയുടെ പേര് താളം തെറ്റിയ താരാട്ട് എന്നാണ്. താരാട്ട് പാട്ടിൻ താളം പിഴച്ചുവോ, താളത്തിൽ മൂളുന്ന രാഗം പിഴച്ചുവോ, അമ്മ തൻ മടിയിലുറങ്ങുന്ന കുഞ്ഞിൻ ശ്വാസത്തിൻ താള തരംഗങ്ങൾ മാറിയോ, ആവശ്യമെല്ലാം നിറവേറ്റി നൽകുവാൻ ആരാണവർക്കഭികാമ്യമവരാണ്, മാതാപിതാവെന്നതായങ്ങ് മാറിയോ, അമ്മ പെങ്ങന്മാരെ അറിയാതെ നീച പ്രവൃത്തികളിന്നങ്ങ് വർദ്ധിച്ചു വന്നുവോ, രക്ഷിതാക്കൾ പറയുന്നതുപോലെ
ക്ഷമയോടെ ജീവിച്ച കാലം മറഞ്ഞുവോ. കവിതയുടെ പേര് തന്നെ താളം തെറ്റിയ താരാട്ട് എന്നാണ്. ഈ കവിതയുടെ പേര് തന്നെ വളരെ ആകർഷണീയമാണ് കേട്ടോ. ഈ പുതിയ കാലത്ത് താളം തെറ്റുന്ന താരാട്ടുകളുള്ള കാലം കൂടിയാണ്. എന്താണ് ഇതിന്റെ രത്ന ചുരുക്കം? ഇത് ഇന്നത്തെ സമൂഹത്തിൽ കാണുന്ന അനീതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അനുസരണയില്ലാതെ രക്ഷിതാക്കളെ അനുസരിക്കാതെ വളരുന്നു. പിന്നെ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് സഹപാഠികളെയും മാതാപിതാക്കളെയും ഉപദ്രവിക്കുക, ഇങ്ങനെയുള്ളൊരു പ്രവണതയാണല്ലോ. അതുപോലെ എന്താ പറയുക, മോശമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു തലമുറയാണ് ഇപ്പോഴുള്ളത്. താളം തെറ്റിയ താരാട്ട് നമ്മൾ ഏതെങ്കിലും പ്രസിദ്ധീകരണങ്ങൾക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇത് മിനിങ്ങാന്നിരുന്ന് എഴുതിയതാണ്. അപ്പോൾ ഇത് എവിടെയും ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യമായിട്ടാണ് റേഡിയോ മാറ്റുലിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടാണ് പാടുന്നത്. ഈ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത്രയേറെ കവിതകളൊക്കെ എഴുതാനുള്ള സർഗശേഷി ഉണ്ട്. ചിലത് ഒറ്റ ഇരിപ്പിലാണ് മിക്കവാറും കവിതകളും എഴുതാറ്. വളരെ ചുരുക്കം എണ്ണം മാത്രമാണ്. പിന്നെ നമ്മൾ വരികൾ വരുന്നതനുസരിച്ച് അങ്ങനെ എഴുതാൻ കിട്ടില്ല. ശരിക്കും ഒറ്റ ഇരിപ്പിൽ അങ്ങ് എഴുതുകയാണെങ്കിൽ ചിലപ്പോൾ ഫുള്ളായിട്ടങ്ങ് എഴുതാൻ പറ്റും. അപ്പൊ ഇങ്ങനെ തലയില് അനർഘ നിർഗളം പ്രവഹിക്കും ഇത്തരം വാക്കുകളൊക്കെ അല്ലേ, ഇത്തരം വിഷയങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ. ഇപ്പം എത്ര കവിതകളാണ് കയ്യിലുള്ളത്? എഴുതിയത് 100-ലധികം കവിതകൾ ഉണ്ടായിരുന്നു. അതില് കുറച്ചെണ്ണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് എല്ലാം ഒന്നും എടുത്തു വെച്ചിട്ടില്ല. ഇങ്ങനെ കവിത എഴുതി പാടുമ്പം ഏതെങ്കിലും തരത്തിൽ അംഗീകാരം, നേരത്തെ ചോദിച്ചതുപോലെ എവിടെയെങ്കിലും പ്രസിദ്ധീകരിക്കാൻ അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വേദികളിൽ പാടാനൊക്കെ അവസരം ലഭിച്ചിട്ടില്ലേ? വേദികളിലൊക്കെ പാടിയിട്ടുണ്ട്, എഴുതിയ കവിതയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും, പിന്നെ ഇപ്പോൾ ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, അങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ പ്രസിദ്ധീകരിച്ച് കൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള വേദികൾ, പ്ലാറ്റ്ഫോമുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിലേക്കൊന്നും ഇതുവരെ കയറിയിട്ടില്ല. ഇല്ല, ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടോ? ഉപയോഗിക്കാറുണ്ട്. ഇൻസ്റ്റഗ്രാം ഒക്കെ ഉണ്ടോ? ഇൻസ്റ്റഗ്രാം ഞാൻ ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പൊ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ നമുക്ക് തിരക്കുകളാകുമ്പോൾ നമ്മൾ അങ്ങനെയും സമയം കുറച്ച് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതൊന്ന് ഫേസ്ബുക്കൊക്കെ ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ വെറുതെ അങ്ങനെ നോക്കാതെ അങ്ങനെ വെച്ചിരിക്കും. ഇത് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെ? വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ട്. കവിതകൾക്ക് വീട്ടുകാർ ആധാരമാകാറുണ്ടോ, വിഷയമാകാറുണ്ടോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ കവിതകളിലൂടെ വരാറുണ്ടെന്ന് പറഞ്ഞു. ഏത് തരത്തിലൊരു വികാരമാണ് വീട്ടിൽ നമുക്ക് ലഭിക്കുന്നത്? വീട്ടിൽ നിന്ന് ഇപ്പം എപ്പോഴും നല്ല സപ്പോർട്ട് തന്നെയാണ്. ഹസ്ബൻഡ് ആണെങ്കിലും, പിന്നെ ഇപ്പോൾ ഉപന്യാസരചന കഴിഞ്ഞ ദിവസം ലൈബ്രറി കൗൺസിലിൻ്റെ ഉപന്യാസരചനയ്ക്ക് ജില്ലാതലത്തിൽ ഫസ്റ്റ് കിട്ടിയിരുന്നു. അപ്പം ഹസ്ബൻഡ് കൊണ്ടുപോയി എഴുതിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ ഒരു എല്ലാത്തിനും സഹകരിക്കും. അംഗനവാടി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു പറഞ്ഞു. എവിടെയാണ്? ഇവിടെ പൂതാടി പഞ്ചായത്തിലെ എല്ലക്കൊല്ലി അംഗനവാടി. അവിടെ തന്നെയാണോ കുറച്ചു കാലമായിട്ട്? 16 വർഷമായി അവിടെ തന്നെ. ഓക്കെ. അവിടുത്തെ കുട്ടികളുടെ മുന്നിലാണ് ഒരു വേദി ഉള്ളതല്ലേ പാടാൻ? പാട്ടുകളൊക്കെ, ചെറിയ പാട്ടുകളും കഥകളും ഒക്കെ ആണല്ലോ നമുക്ക് എല്ലാ ദിവസവും അവരെ അതാണ് പഠിപ്പിക്കേണ്ടത്. ഒരുപാട് വാക്കുകൾ നമുക്ക് ലഭിക്കും. ഇനി വേറൊരു കവിത നമുക്കായാലോ? വഴിയോര കാഴ്ചകൾ എന്ന കവിതയാണ് ഷിനിജ എടുത്ത് പാടാൻ പോകുന്നത് അല്ലേ? ഒരുപാട് തിരക്ക് പിടിച്ച് ഓടുന്ന വണ്ടികൾ, പരസ്പരം സംസാരിക്കാത്ത ആളുകൾ അല്ലേ, അവർക്കൊന്നിനും സമയമില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ പോകുമ്പം ഒരു അമ്മയും കുഞ്ഞും വഴിയരികിൽ ഭിക്ഷ അയച്ചിരിക്കുന്ന ആ ഒരു ഇതാണ് ഇതിനകത്ത്. ഇത്തരം കാഴ്ചകൾ ഷിനിജ എവിടെയെങ്കിലും കണ്ടതാണോ അതോ മനസ്സിന്റെ ഭാവനയിൽ ഉണ്ടാക്കിയെടുത്താണോ? നമ്മൾ ചെറുപ്പത്തിലൊക്കെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ കാണാറുണ്ടല്ലോ, ഇപ്പം പോകുന്ന സമയത്തൊക്കെ എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നുമ്പോൾ അങ്ങ് എഴുതിയെന്ന് മാത്രം. ഓക്കെ, എന്തായാലും ആ കവിത നമുക്കൊന്ന് കേൾക്കാം അല്ലേ? തെല്ലകലത്തിലായി കണ്ടു ഞാനമ്മയെ, ചാരത്തിരുന്നു കരയുന്ന കുഞ്ഞിനേം, പാറിപ്പറന്ന മുടിയിഴയും കീറിപ്പറിഞ്ഞൊരു ചേലയുമായി, എന്തോ പുലമ്പിക്കൊണ്ട് അങ്ങിങ്ങു നോക്കിക്കൊണ്ടങ്ങനിരിക്കുന്നു പാവം വിവശയായി. എഴുന്നേറ്റു നിൽക്കുവാൻ ആവതില്ലെങ്കിലും പണിപ്പെട്ട് പാവം പരിശ്രമിച്ചു. കുഞ്ഞിൻ്റെ മനസ്സിൽ തോന്നുവാണ് അത്രയും കഷ്ടത അനുഭവിക്കുന്നുണ്ടല്ലോ ഈ അമ്മയും കുഞ്ഞും. അപ്പോൾ ഈ അമ്മ പറയുന്നുണ്ട്, ഒരു കയ്യിൽ കൊച്ചിനിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അമ്മ പറയുവാണ്, വല്ലതും തരണേ എൻ്റെ കുഞ്ഞിൻ്റെ വിശപ്പടക്കാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടിക്ക് തോന്നുകയാണ് കുട്ടീൻ്റെ കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടി കയ്യിലിരിക്കുന്ന പൈസ എടുത്തിട്ട് ഈ അമ്മയ്ക്ക് കൊടുക്കാം എന്ന് കുഞ്ഞ് വിചാരിച്ചിങ്ങനെ അച്ഛൻ്റെ കൈ പിടിച്ച് വലിച്ചങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഈ അച്ഛൻ്റെ കീശേന്ന് പൈസ എടുത്തിട്ട് കൊടുക്കുവാണ്. അപ്പം ഇത് വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്, നന്നായി എഴുതിയിട്ടുണ്ട്. ഒരുപാട് പേപ്പറുകളിൽ കുത്തിക്കുറിച്ച് ഒറ്റ കവിത ആക്കുന്നതാണോ അതോ ഇതുപോലെ തന്നെ വൃത്തിയിൽ എഴുതി പോകുന്നതാണോ? ഇല്ല, ആദ്യം ഒരു പേപ്പറിൽ എഴുതും. അതിൽ തിരുത്തലുകൾ നമ്മളിങ്ങനെ പാടി നോക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ മിസ്റ്റേക്ക് തോന്നുമ്പോൾ അത് നമ്മൾ തിരുത്തി എഴുതി ശേഷം ഒരു പേപ്പറിലും കൂടെ. ഓക്കെ. നമ്മുടെ നാടിൻ്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്?
നമ്മൾ ചെയ്യുന്നത് നല്ലതാണെങ്കിൽ അവർ നല്ലതെന്ന് പറയുന്ന അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ലൊരു നാടാണ്. നല്ലൊരു നാടാണ്. അങ്ങാടിശ്ശേരിക്കാര് നല്ല നന്മയുള്ള മനുഷ്യരാണ്. അതെ അതെ. എൻ്റെ കൂടെയുള്ള ടീച്ചേഴ്സും അതുപോലെ തന്നെ ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെ 1-2 രക്ഷിതാക്കളും ഒക്കെ വളരെ സപ്പോർട്ടായിട്ട് എന്നോട് പറയാറുണ്ട്. ഞാൻ എഴുതുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്, സോഷ്യൽ മീഡിയയിലോ പിന്നെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്ക് അതുപോലെയുള്ള എവിടെയെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യണമെന്നോ അതുപോലെ ബുക്ക് പബ്ലിഷ് ചെയ്യണം എന്നൊക്കെ എപ്പോഴും എന്നോട് പറയാറുണ്ട്. അപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ എഴുതുന്നതൊക്കെ നല്ലതായിരിക്കുമോ, എന്തായിരിക്കും ആളുകളുടെ പ്രതികരണം എന്നൊക്കെ ഉള്ളൊരു ആശങ്ക എപ്പോഴും എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അത് മാറിയത് ഞാൻ ഗാലക്സി ലൈബ്രറിയിൽ പോകാൻ തുടങ്ങിയതിന് ശേഷമാണ്. കേരളോത്സവം പരിപാടിയിലും അതുപോലെ തന്നെ ലൈബ്രറി കൗൺസിലിന്റെ പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. 3 തവണ ഇപ്പൊ ഫസ്റ്റ് കിട്ടി. അപ്പോഴാണ് എനിക്ക് ഞാൻ എഴുതുന്നത് നല്ലതാണ് എനിക്കൊരു ആത്മവിശ്വാസം തോന്നിയത്. അതുപോലെ തന്നെ എൻ്റെ അംഗനവാടി പ്രവർത്തിക്കുന്നത് ഗാലക്സി ലൈബ്രറിയുടെ ഏരിയയിലാണ്. 2025 വനിതാ ദിനത്തിന് വാർഡ് മെമ്പറും ഗാലക്സി ലൈബ്രറിയൊക്കെ ചേർന്നിട്ട് എനിക്ക് ഒരു പൊന്നാടയൊക്കെ നൽകി. ഏരിയയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചു എന്ന് പറഞ്ഞിട്ട് പൊന്നാടയൊക്കെ അണിയിച്ച് അനുമോദനവും നൽകിയിരുന്നു. സങ്കടങ്ങളെ ഒരുപാട് മനസ്സിലൊളിപ്പിക്കുന്ന ആളാണോ? കൂടുതലും കവിതകൾ സങ്കടങ്ങളാണ് വരാറ്. സങ്കടത്തെയാണ് കഴിവാക്കിയും കവിതയാക്കി മാറ്റുന്നത് അല്ലെ? കണ്ണൂർ പക്ഷെ അറിയുന്നുണ്ടെന്നോ സ്വന്തം കവിത കേട്ടിട്ട് തന്നെ. ഉണ്ണി എന്ന് പറഞ്ഞൊരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ എനിക്ക് ഞാൻ ഒരു പ്രാവശ്യം ഒരു വേദി പാടിയിട്ടുള്ളൂ. പക്ഷെ അത് പാടാൻ പറ്റില്ല. അവര് കുഞ്ഞ് മരിച്ചു പോകുന്ന ഒരു കവിതയാണ്. കേട്ടവരൊക്കെ കരഞ്ഞു എന്ന് പറഞ്ഞായിരുന്നു. ഈ കവിതകള് ഇങ്ങനെ മനസ്സിൽ തോന്നുന്ന സമയം എപ്പോഴെങ്കിലും ഉണ്ടോ? രാത്രിയിൽ കിടക്കാൻ നേരത്താണോ അതോ ഏകാന്തതയിലാണോ അതോ? അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ വണ്ടിയിലിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും നമുക്കിങ്ങനെ തോന്നും പെട്ടെന്ന്. പക്ഷെ പിന്നെ അത് ആലോചിക്കുമ്പോൾ കിട്ടില്ല നമുക്ക്. ആ സമയത്ത് എഴുതി വെക്കണം. ആ സമയത്ത് എഴുതി വെച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. നമ്മളിപ്പോൾ എഴുതാൻ പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ നല്ല നല്ല വരികൾ ചിലപ്പോൾ വരും. പക്ഷെ നമ്മളത് അപ്പം പിന്നെ അത് മറന്നു. പിന്നെ എത്ര ആലോചിച്ചാലും കിട്ടില്ല. അതെ, തീർച്ചയായും. എത്രാമത്തെ വയസ്സ് മുതൽ ഇങ്ങനെ എഴുത്തിലേക്ക് കടന്നിട്ടുണ്ട്? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ എവിടെയും മത്സരങ്ങൾക്ക് അങ്ങനെയൊന്നും പോയിട്ടൊന്നുമില്ല. അതൊന്നും എടുത്തു വെച്ചിട്ടില്ല. നമ്മളത് കവിത എഴുതാൻ കഴിവുണ്ടെന്ന് അന്നൊന്നും അറിയില്ല. പിന്നീട് അങ്കണവാടിന്റെ മുലയൂട്ടൽ വാരം ഉണ്ടായിരുന്നു. അപ്പൊ മുലയൂട്ടൽ വാരത്തിന്റെ സമയത്ത് എന്നോട് സൂപ്പർവൈസർ പറഞ്ഞു ഒരു കവിത പോലെ എന്തെങ്കിലും ഒന്ന് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കവിത എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും അന്ന് ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്തു. അങ്ങനെയാണ് പിന്നെ കൂടുതലായിട്ട് എഴുതാൻ തുടങ്ങി. അതിന്റെ മുമ്പ് എഴുതിയിട്ടുണ്ടെങ്കിലും ആരും കണ്ടിട്ടില്ല. എന്തായാലും ഒരുപാട് വെളിച്ചം കാണാത്ത കവിതകൾ പല കലാകാരികളുടെ മനസ്സിലുണ്ട്. തട്ടുംപുറത്തും അലമാരക്കുള്ളിലൊക്കെ ഇത്തരം പേപ്പറുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയ, നവമാധ്യമങ്ങൾ വലിയൊരു പ്ലാറ്റ്ഫോമാണ്, നമുക്കൊരു സ്റ്റേജാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ഇത്തരം കഴിവുകൾ മുന്നോട്ട് കൊണ്ടുവരാനും പുറം ലോകത്തെ അറിയിക്കാനും ഒക്കെ ഒരു വലിയ വേദി കൂടിയാണ്. അപ്പം അതിനെ ഉപയോഗപ്പെടുത്തുക, പിന്നെ ധാരാളം എഴുതുക. എഴുതുന്നത് അഭിമാനത്തോടെ പാടുക. ഇങ്ങനെ ഒളിച്ചു വെക്കേണ്ടതില്ല. കാരണം നല്ല വരികളും നല്ല തലക്കെട്ടുമൊക്കെയാണ് കവിതകൾക്ക് കൊടുത്തിട്ടുള്ളത്. കുടുംബത്തെ കുറിച്ചൊന്ന് പറയാം. ഹസ്ബൻഡ്, പിന്നെ 2 മക്കളുമാണ്. ഹസ്ബൻഡ് പ്രതീഷ്, മൂത്ത മോൻ ആലേഖ്, പിന്നെ ചെറിയ മോൻ ആശിഷ്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ 4 പേരും. എൻ്റെ അച്ഛൻ സുകുമാരൻ, അമ്മ സുമ. ശീലത്തെ പറ്റി ഞാനൊരു 4 വരി എഴുതിയിട്ടുണ്ട്. കുട്ടികൾ കാണുന്നതാണ് കൊള്ളുന്നത്, കൊള്ളുന്നതാണ് കാണിക്കുന്നത്, കൊള്ളണമെങ്കിൽ കാണിക്കണം, കാണിക്കുന്നത് നന്നാവണം. നമ്മൾ എന്താണോ കാണിക്കുന്നത് അതാണ് അവർ ഉൾക്കൊള്ളുന്നത്. ആ ഉൾക്കൊള്ളുന്നതാണ് അവർ കാണിക്കുന്നത്. അപ്പം അവർ നല്ലത് കാണിക്കണമെങ്കിൽ നമ്മളും നല്ലത് കാണിച്ചു കൊടുക്കണം. മണൽവയലില് മറ്റൊരു കുഞ്ഞുണ്ണി മാഷായി ഷിനിജ മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ? ഇത്തരത്തിലുള്ള ചെറു വാക്യങ്ങളാണ് അദ്ദേഹത്തിന്റെയും കുഞ്ഞുണ്ണി മാഷിന്റെയും സംഭാവനകൾ. വേറൊരാൾ ഞാൻ ഈ വരികൾ ഇട്ടു കൊടുത്തപ്പം എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കുട്ടീൻ്റെ കൂടെ, അവള് നീതു എന്നാണ് പേര്. അവള് ഇത് തന്നെ പറഞ്ഞു, ഇങ്ങനെ തന്നെ പറഞ്ഞു, കുഞ്ഞുണ്ണി മാഷിന്റെ ഒക്കെ ഒരു ശൈലി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനി അവസാനമായി ഷിനിജയോട് ചോദിക്കുന്നത്, ഇത്തരത്തിൽ ധാരാളം കവിതകൾ എഴുതുന്നു, അതിനൊക്കെ പല കാര്യങ്ങൾ വിഷയമായി വരുന്നു. ഈ കവിതകൾ കൊണ്ടൊക്കെ ഷിനിജ എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാവരുടെ ഉള്ളിൽ ഒരു സമൂഹത്തിൻ്റെ നവോത്ഥാനം അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നേറ്റം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷൻ കാണും. എന്താണ് ഷിനിജയുടെ വിഷൻ? നമ്മുടെ പഴയകാല ജീവിതത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസമാണ് ഇപ്പോഴത്തെ ഒരു ജീവിതം എന്ന് പറയുന്നത്. കുട്ടികൾ രക്ഷിതാക്കളെ അനുസരിക്കാതെയും മൊത്തത്തിൽ സ്നേഹബന്ധങ്ങൾക്കോ ആത്മാർത്ഥതയ്ക്കൊന്നൊരു വിലയില്ലാത്തൊരു കാലമായിട്ട് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് പഴയ രീതിയിലേക്ക് തിരിച്ചു വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതായത് രക്ഷിതാക്കൾ കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് തന്നെ പറയാനുള്ളൊരു മനസ്സ് ഇപ്പോഴത്തെ രക്ഷിതാക്കൾക്ക് കുറവാണ്. അപ്പോൾ അത് കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാണെന്നും ശരി ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിക്കാനുള്ളൊരു മനസ്സ് രക്ഷിതാക്കൾക്ക് വേണം.
തീർച്ചയായും വളരെ നല്ലൊരു ആശയം, നല്ലൊരു വിഷയമാണ്. കാരണം വെറുതെ എഴുതി പോകുന്ന വാക്കുകൾക്കാൾ ഉപരി ഇത്തരത്തിൽ സമൂഹത്തിന് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന വാക്കുകൾ വളരെ നല്ലതാണ്. കുടുംബത്തിൽ തന്നെ മക്കളും ഒക്കെ കേട്ട് വളരുകയും പഠിച്ച് വളരുകയും ചെയ്യും ഇത്തരത്തിലുള്ള ആശയം. എന്തായാലും ഷിനിജയ്ക്ക് വളർന്നു വരുന്ന ഒരു കവയിത്രി എന്ന നിലയ്ക്ക് റേഡിയോ മാറ്റിലുള്ള എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. താങ്ക് യു. നന്ദി സാർ. ഈ പരിപാടിയിലൂടെ പ്രിയ ശ്രോതാക്കൾ കേട്ടത് കേണിച്ചിറ മണൽവയൽ സ്വദേശി ഷിനിജിയുടെ കവിതാ വിശേഷങ്ങളാണ്. ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ജീവിതം കോറിയിട്ട കവിതകൾ. നിർവഹണം ജോബിഷ് ജോസ്.